ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിലെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് കരുതുന്നു. അതായത് പേജ് നമ്പർ 118 ഒരു 4 കണക്കായിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുണ്ട് അല്ലേ? ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ആ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ധാരാളം രക്ഷിതാക്കളും അധ്യാപകർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമാവും. ഏതെങ്കിലും കുട്ടികൾ ക്ലാസ്സിൽ വരാത്തവരുണ്ടെങ്കിൽ അവർക്കും പ്രയോജനപ്രദമാകും. അപ്പോൾ ഓക്കെ, നമുക്ക് സമയമൊന്നും കളയണ്ട. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യമാണ്. 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. അതായത് റൈറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 15 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്രൈംസ്. നമുക്കൊന്ന് നോക്കല്ലേ? ശരി, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്ക് 1നെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. 1 പ്രൈം നമ്പർ അല്ല. ഇനിയുള്ളത് 2 ആണ്. 2നെ ഒന്നും ചെയ്യാനില്ല, 2 ഗുണിക്കണം. അടുത്തത് 3 ആണ്, ഗുണിക്കണം. 4 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 2 ആണ് 4. അതുകൊണ്ട് 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ. ഇനി നമുക്ക് വേണമെങ്കിൽ അവിടെ 2 ഗുണിക്കണം 2 എന്ന് എഴുതാട്ടോ. ഞാൻ എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് 2 സ്ക്വയർ ഒരുമിച്ച് എഴുതിയത്. ഗുണിക്കണം 5 അതുപോലെ ഇവിടെ എഴുതി വെച്ചു. ഗുണിക്കണം 6നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി 2 into 3. 2 into 3 ആണ് 6. 2 into 3. അടുത്തത് 7 അതുപോലെ എഴുതി വെച്ചു. ഗുണിക്കണം 8നെ കഴിഞ്ഞ കണക്കിൽ നമ്മൾ 9 വരെയുള്ള ഗുണനഫലം കണ്ടപ്പോൾ നമ്മൾ ചെയ്തതാണ്. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ആണ് 8. അതുകൊണ്ട് 2 raised to 3 എന്ന് എഴുതാം. ഗുണിക്കണം 9നെ ഇങ്ങനെ എഴുതാൻ പറ്റൂല, അഭാജ്യസംഖ്യ അല്ല, പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് 3 ഗുണിക്കണം 3 ആണ് 9. 3 സ്ക്വയർ. അപ്പൊ 3 സ്ക്വയർ ഗുണിക്കണം 10 എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊന്ന് എഴുതി വെച്ചോളൂ. നമുക്ക് ആവശ്യമാണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ. 2 ഗുണിക്കണം 5 ആണ്. ഒരു 2ഉം ഒരു 5ഉം പെയറായിട്ട് വരുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പൊ നമുക്ക് 2 ഗുണിക്കണം 5 10 ഗുണിക്കണം 11നെ നമുക്ക് അങ്ങനെ എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. 11 ഗുണിക്കണം 12നെ നമുക്ക് എങ്ങനെ എഴുതാം? ചില കൂട്ടുകാർ പറയുന്നുണ്ട്, ടീച്ചർ 3 into 4 ആണ് 12. പക്ഷേ 3 into 4 നമുക്ക് എഴുതാൻ പറ്റില്ല. 3 into 2 into 2 എഴുതാം. 2 into 2 എന്ന് പറഞ്ഞത് 2 സ്ക്വയർ ആണ്. അപ്പം 4നെ 2 സ്ക്വയർ ഗുണിക്കണം 3 ആയിട്ട് എഴുതി. നോക്കൂ, 2 into 2 4, 4 3 12. അടുത്തത് ഗുണിക്കണം 13 അതുപോലെ എഴുതുക. ഗുണിക്കണം 14നെ നമുക്ക് 2 അഭാജ്യസംഖ്യകളുടെ ഗുണഫലമായിട്ട് എഴുതാം. 2 ഗുണിക്കണം 7 ആണ് 14. ഇപ്പൊ 2 ഗുണിക്കണം 7 ഗുണിക്കണം 15നെ അപ്പൊ എങ്ങനെ എഴുതാം? കൂട്ടുകാർ പറയുന്നുണ്ട് 3 ഗുണിക്കണം 5 ആണ് എന്ത്? 15. ഇപ്പൊ 3 into 5. ഇനി നമുക്ക് ഓരോ കൊടക്കീഴികളിലേക്ക് കൊണ്ടുവരണം. നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഓരോ കൊടക്കീഴിലേക്ക് കൊണ്ടുവരണം. നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 അങ്ങ് നോക്കിയാലോ. ഇവിടെ ഒരു 2 ഉണ്ട്. 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെയോ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇനി അത്രയും നമുക്കൊന്ന് നോക്കാം. എത്ര 2കളുണ്ട്? ഇവിടെ ഒരു 2 നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഒരു 2 ഉള്ളിടത്ത് അതിൻ്റെ കൃത്യംഗം 1 എന്ന് എഴുതി വെക്കുക, തെറ്റാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച നിയമം മനസ്സിലേക്ക് കൊണ്ടുവരിക. x raised to m into x raised to n സമം x raised to m plus n. കൃത്യംഗങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ 1, 1 2 3, 3 1 4, 4 3 7, 7 1 8, 8 2 10, 1 11. ഇപ്പൊ 2 raised to 11 ഗുണിക്കണം 3കൾ എത്ര ഉണ്ട് നോക്കുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ? എഴുതിയത് ചെറുതായിട്ടൊന്ന് പെൻസിൽ കൊണ്ട് വെട്ടിയിടുക, എഴുതിയെന്നറിയാൻ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടയാളം ഇട്ടാൽ മതി. അടുത്തത് ഞാനിവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 3 1, ഇവിടെ 2 ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 3 ആണ്, ഇവിടെ ഒരു 3. അപ്പൊ നമുക്ക് നോക്കാം.
ഇത് ഞാൻ എടുത്തു. 3 * 1 എടുത്തു. 1 1 1 2 2 2 4 4 1 5 5 1 6. അപ്പൊ എത്രയാ കിട്ടിയേ? 3⁻6 ഗുണിക്കണം അടുത്ത 5 ആണ് അല്ലേ. ഇവിടെ 5 1 പിന്നെ 5 വേറെ ഒന്നും കൂടെ 5 1 1 2 2 പിന്നെ ഇവിടെ 1 3 അല്ലേ. അപ്പൊ നമുക്ക് 5⁻3 ഗുണിക്കണം. അടുത്തത് 7 ആണ്. 7 നമുക്ക് ഇവിടെ ഒരു 7 വരുന്നുണ്ട്, പിന്നെ ഇവിടെ 2 രണ്ടാമത്തത്. അപ്പൊ 7² ഗുണിക്കണം. 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് 11 ആണ്. 11 ഒറ്റ 11 ഉള്ളൂ. 11 ഗുണിക്കണം. അടുത്തത് 13 ആണ് വരുന്നത്. ഇത്രയല്ലേ ഉള്ളൂ. അപ്പം 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തെ നമ്മൾ കൃത്യംഗ രൂപത്തിൽ എഴുതിയതാണ്. അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതിയതാണ്. 2⁻11 ഗുണിക്കണം 3⁻6 ഗുണിക്കണം 5⁻3 ഗുണിക്കണം 7² ഗുണിക്കണം 11 ഗുണിക്കണം 13. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇപ്പൊ 15 വരെയുള്ളത് ചോദിച്ചാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 25 വരെ ഇനി ബാക്കി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് എഴുതിയാൽ മതി. ഇത് എഴുതിയതിന് ശേഷം 15-ന് ശേഷമുള്ള സംഖ്യകൾ ഇനി എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ചോദ്യം USSനും പ്രതീക്ഷിക്കാം. നല്ല ഒരു ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം. പുസ്തകം മാറി വന്നപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞ പോലെ USSനൊക്കെ എടുക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പുസ്തകത്തിലേക്ക് വന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടാവുകയും ചെയ്തു. ഓക്കെ, അടുത്തതും നല്ല ഒരു ചോദ്യമാണ്. 3ാമത്തെ ചോദ്യമാണ്. കൺസിഡർ ദ നമ്പേഴ്സ് ഫ്രം 1 to 25. അതായത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 2 ബട്ട് നോട്ട് ബൈ 4? അതായത് 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഈ മിച്ചമില്ലാതെ എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ, അതായത് 2 കൊണ്ട് ശിഷ്ടം വരാതെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ, ഡിവിസിബിൾ ബൈ 2. അപ്പൊ അത് 2ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതായത് നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 2 ആർ. ഏതൊക്കെയാ 2ന്റെ മൾട്ടിപ്പിൾസ്? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ പരിഗണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എഴുതാം 2 4 6 8 10 12 14 16 18 20 22 24. ഈ സംഖ്യകളെയൊക്കെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഉണ്ടാവില്ല, മിച്ചമുണ്ടാവില്ല. അതാണ് ശിഷ്ടം, റിമൈൻഡർ. അതാണ് മിച്ചമുണ്ടാവില്ല എന്ന് പറഞ്ഞത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുക. ഇത് 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ എന്നാണ് ഉദ്ദേശിച്ചത്. നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 4 ആർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വരും? 1 പറ്റില്ല, പിന്നെ ഇവിടെ 2 4 കൊണ്ട് പറ്റില്ല, 3 പറ്റില്ല, പക്ഷെ 4 പറ്റും, അതുകൊണ്ട് പറ്റൂ, നമ്മളിവിടെ എഴുതണ്ട. ഇനി 5 പറ്റില്ല, 6 പറ്റില്ല, 7 പറ്റില്ല, 8 നമുക്ക് പറ്റും, 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്, അതുകൊണ്ട് അത് എഴുതണ്ട. 9, അടുത്തത് 10, 11, 12 പറ്റൂല, 13, 14, 15, ഇനി 16 പറ്റില്ല, 17, 18, 19, 20 പറ്റൂല, 21, 22, 23, 24 പറ്റില്ല, 25. ഇത്രയും സംഖ്യകള് 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ പറ്റൂല. അതായത് ഈ സംഖ്യകളെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പറയുന്നത് എന്താണ്? 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും
4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ. അതായത് സോ ദ നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 2 ബട്ട് നോട്ട് ബൈ 4 ആർ. അതായത് ഈ 2 ഗ്രൂപ്പിലും വരുന്ന സംഖ്യകളാണ് വരിക. അപ്പൊ ഈ 2 ഗ്രൂപ്പിലും വരുന്നത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം, 4 കൊണ്ട് പറ്റാത്തതുമായിരിക്കണം. അപ്പൊ ഇവിടെ നമുക്കറിയാം 2 വരും. പിന്നെ ഇതിൽ ഏതാണ് വരുന്നത്? അടുത്തത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 6 ആണ്. പിന്നെ 10 വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? 14 ആണ് വരുന്നത്. പിന്നെ 18 വരുന്നുണ്ട്. പിന്നെ വരുന്നത് 22. 2, 6, 10, 14, 18, 22. ഈ സംഖ്യകൾ 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. പക്ഷെ 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയുകയില്ല. ഓക്കെ ആണല്ലോ? കൂട്ടുകാർക്ക് ഇത് വ്യക്തമായി എന്ന് കരുതുന്നു. അടുത്തത് ഇതിൽ തന്നിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 4 ബട്ട് നോട്ട് ബൈ 8? നേരത്തെ പറഞ്ഞ അതേപോലത്തെ ചോദ്യമാണ്. 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ് വരിക. നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 4 ആർ. അതായത് 4ന്റെ ഗുണിതങ്ങൾ. 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4, 8, 12, 16, 20, 24. ഇത്രയുമാണ് 25-നുള്ളിൽ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾസ്. അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു പ്രശ്നമുണ്ട്. അതായത് 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. അതായത് 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന സംഖ്യകൾ. നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 8 ആർ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കറിയാം ഇതിൽ 8ന്റെ ഗുണിതങ്ങൾ പറ്റൂല എന്നർത്ഥം. അപ്പൊ 8ന്റെ ഗുണിതങ്ങൾ 8, 8 16, 8 2 16. 8 പറ്റൂല, 16 പറ്റൂല, 24 പറ്റൂല. ബാക്കി മുഴുവൻ സംഖ്യകളും അങ്ങോട്ട് എഴുതി വെക്കുക. സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതി വെച്ചത്. ഓക്കെ, ഇനി അടുത്തത് 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും, അതായത് 4ന്റെ ഗുണിതങ്ങളും 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ. അതായത് സോ ദ നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 4 ബട്ട് നോട്ട് ബൈ 8 ആർ. ഇതൊക്കെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതി വെച്ചോളണം കേട്ടോ. ഞാൻ വെറുതെ എഴുതി വെക്കുന്നതല്ല, നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോ നമുക്ക് ഈ 2 ഗ്രൂപ്പിൽ വരുന്ന സംഖ്യകൾ നോക്കിയാൽ മതി. ഒന്ന് നമുക്കറിയാം ഇവിടെ വരുന്നത് 4 ആണ് അല്ലേ? പിന്നെ വരുന്നത് ഏതാണ്? ഇതിൽ 8 വരുന്നില്ല, 12 വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട് 4, 12. പിന്നെ വരുന്ന സംഖ്യകൾ ഏതാണ് വരുന്നത്? 20 ആണ് വരുന്നത്. ഈ സംഖ്യകൾ 4ന്റെ ഗുണിതങ്ങളാണ്. നോക്കൂ, 4, 12, 20. വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ 3 സംഖ്യകൾ 4ന്റെ ഗുണിതങ്ങളാണ്. പക്ഷേ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നതുമാണ്. മനസ്സിലായില്ലേ? 8 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യകൾ. ഓക്കെ ആണല്ലോ? റെഡി? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 8 ബട്ട് നോട്ട് ബൈ 16? അതായത് 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നവയും 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ചെയ്തു വന്ന അതേപോലത്തെ ചോദ്യം നമുക്ക് സ്റ്റെപ്പ് എഴുതാം. 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ. നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 8 ആർ. അതായത് 8ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? റിമൈൻഡർ ഉണ്ടാവൂല ഹരിച്ചാല്. 8, പിന്നെയോ 16, 24. ഇനിയുണ്ടോ? ഇല്ല. ഇനി വരണം എന്നുണ്ടെങ്കിൽ 32 വരണം. അപ്പൊ ഇത് 3 മാത്രമേ ഉള്ളൂ. അടുത്തത് 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. അതായത് നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 16 ആണ്. 16 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന സംഖ്യകൾ. നമുക്കറിയാം 16 ഒഴികെ ബാക്കി എല്ലാത്തിനും ശിഷ്ടം വരും. അപ്പോൾ 1 മുതൽ 25 വരെ എഴുതുമ്പോൾ 16 ഒഴിവാക്കി എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? 16 ഇതിന്റെ കൃത്യമായി ഹരിക്കാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ. അതായത് സോ ദ നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 8
ബട്ട് നോട്ട് ബൈ 16R. നമുക്കറിയാം ഇതിൽ 2 ഗ്രൂപ്പിലും വരുന്ന സംഖ്യ ആയിരിക്കണം. ഒന്ന് 8 വരും, പിന്നെ ഏതാ വരിക 16. 16 ഇതിനകത്തുണ്ടോ? ഇതിനകത്തില്ല. അപ്പം അതുകൊണ്ട് 16 പറ്റൂല. അപ്പം 8 നമ്മൾ എഴുതി. പിന്നെയുള്ളത് ഏതാണ്? 24. അപ്പം 8ഉം 24ഉം മാത്രമേ വരുള്ളൂ. ഇനി ഇതിനകത്ത് ഇംഗ്ലീഷ് മീഡിയം ബുക്കിൽ ഒരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട്. പക്ഷെ അത് മലയാളം മീഡിയത്തിലില്ല. അതായത് 4ാമത്തെ ചോദ്യമായി ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നത് വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 16? 16 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് ഏതാണ്? നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, 16 മാത്രമേ ഉള്ളൂ. 16 കഴിഞ്ഞാൽ പിന്നെ 32 വരണം. ഓക്കെ ആണല്ലോ. മലയാളം മീഡിയത്തിൽ 3-ൽ 4ാമത്തെ ചോദ്യവും ഇംഗ്ലീഷ് മീഡിയത്തിൽ 3-ൽ 5ാമത്തെ ചോദ്യവും പിന്നെ അടുത്ത 4ാമത്തെ ചോദ്യവും ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക, അല്ലാതെ ഒരു നിവർത്തിയില്ല. ചോദ്യം 2-3 വട്ടം അങ്ങനെ വായിക്കുക, വായിച്ച് ഹൃദയസ്ഥാക്കുക. കൃത്യമായിട്ട് സ്വന്തം ഇതിലായിട്ട് 1-2 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് സ്വന്തം ഇങ്ങനെ ചെയ്യാം. ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ലവ് യു ഓൾ. ബൈ.